नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 59, പേജ് നമ്പർ 578. ആളുകൾക്കു മനസ്സിലാകാൻ പാകത്തിനു യുക്തിപൂർവമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പരമപുരുഷൻ വിദഗ്ധനാണ്. മുൻപു പറഞ്ഞതു മുഴുവൻ തിരിച്ചെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഭക്തന്മാരുടെ മുഴുവനുള്ള ഒരേ ഒരാശ്രയ സ്ഥാനം അദ്ദേഹമാണ്. അതിനാൽ ഭക്തന്മാരെ തൃപ്തിപ്പെടുത്തേണ്ടതെങ്ങനെയെന്നു നന്നായി അറിയാം. താൻ തമാശയായി പറഞ്ഞതൊന്നും രുക്മിണിക്കു മനസ്സിലായില്ലെന്ന് അദ്ദേഹത്തിനു ബോധ്യമായി. അവളുടെ ചിന്താക്കുഴപ്പത്തിനു മറുമരുന്നായി അദ്ദേഹം വീണ്ടും പറഞ്ഞു, പ്രിയപ്പെട്ട വിദർഭ രാജപുത്രി, പ്രിയപ്പെട്ട രുക്മിണി, ദയവായി നമ്മെ തെറ്റിദ്ധരിക്കരുത്. എന്നോടിങ്ങനെ ദയയില്ലായ്മ കാണിക്കരുത്. ആത്മാർത്ഥമായും ഗൗരവബുദ്ധിയോടും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നീ എൻ്റെ നിത്യസഖിയാണ്. നിന്നെ ഇത്രയധികം ബാധിച്ച വാക്കുകൾ സത്യമല്ല. നിന്നെയൊന്നു ശുണ്ഠി പിടിപ്പിക്കണമെന്നു മാത്രമേ ഞാൻ കരുതിയുള്ളൂ. ഞാൻ പറഞ്ഞ തമാശകൾക്കു തക്ക മറുപടിയാണു ഞാൻ പ്രതീക്ഷിച്ചത്. നിർഭാഗ്യവശാൽ നീ അതു ഗൗരവമായെടുത്തു. എനിക്കതിൽ ദുഃഖമുണ്ട്. എൻ്റെ വാക്കുകൾ കേട്ട് നിന്റെ ചുവന്ന ചുണ്ടുകൾ കോപം കൊണ്ട് വിറയ്ക്കുമെന്നും എന്നെ വാക്കുകൾ കൊണ്ടു കഠിനമായി ശിക്ഷിക്കുമെന്നുമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പ്രേമത്തിൻ്റെ പൂർണ്ണതേ, നിന്റെ അവസ്ഥ ഇതായിരിക്കുമെന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല. തിരിച്ചടിയായി പേടിപ്പെടുത്തുമാറ് നീ എൻ്റെ നേരെ നോക്കുമെന്നും അങ്ങനെ ദേഷ്യഭാവത്തിലുള്ള നിന്റെ മുഖഭംഗി ആസ്വദിക്കാൻ എനിക്കു സാധിക്കുമെന്നുമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പ്രിയപ്പെട്ട സുന്ദരിയായ പത്നി, നാം ഗൃഹസ്ഥാശ്രമികളാണെന്നു നിനക്കറിയാം. എപ്പോഴും നാം വീട്ടുകാര്യങ്ങളുടെ തിരക്കിലായിരിക്കും. അതിനാൽ അല്പം ചില തമാശകളും മറ്റും പറഞ്ഞു കഴിഞ്ഞുകൂടാൻ അല്പസമയത്തിനു വേണ്ടി നാം കൊതിക്കും. അതാണല്ലോ ഗാർഹിക ജീവിതത്തിൽ ആകെക്കൂടിയുള്ള നേരംപോക്ക്. വാസ്തവത്തിൽ ഗൃഹസ്ഥാശ്രമികൾ രാപ്പകൽ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു ദിവസത്തെ അധ്വാനം മൂലമുണ്ടാകുന്ന ക്ഷീണം മുഴുവൻ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കൂടുന്നതോടെ മിക്കവാറും ഇല്ലാതാകുന്നു. പല മാർഗത്തിലൂടെ ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്നു. ഭാര്യയുമായി തമാശകൾ പറഞ്ഞു കഴിയുന്ന ഒരു സാധാരണ ഗൃഹസ്ഥനെ പോലെ സ്വയം അവതരിപ്പിക്കാൻ ഭഗവാൻ കൃഷ്ണൻ ആഗ്രഹിച്ചു. അതിനാൽ താൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ
ഗൗരവമായി എടുക്കരുതെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും രുക്മിണിയോട് അപേക്ഷിച്ചു. ഇപ്രകാരം ഭഗവാൻ കൃഷ്ണൻ മധുരവചനങ്ങളാൽ രുക്മിണിയെ സമാശ്വസിപ്പിച്ചപ്പോൾ അദ്ദേഹം മുൻപ് പറഞ്ഞ വാക്കുകളൊന്നും തന്നെ ഗൗരവമായിട്ടായിരുന്നില്ലെന്നും അതൊക്കെ നേരം പോക്കിനു മാത്രമായിരുന്നെന്നും അവൾക്കു ബോധ്യമായി. അതിനാൽ കൃഷ്ണന്റെ വാക്കുകൾ കേട്ടു അവൾക്കു സമാധാനമായി. ക്രമേണ വേർപാടിന്റെ ഭീതിയിൽ നിന്നു അവൾ മുക്തയായി. സ്വാഭാവികമായ പുഞ്ചിരി നിറഞ്ഞ മുഖത്തോടെ അവൾ സന്തോഷപൂർവം അദ്ദേഹത്തിന്റെ നേരെ നോക്കി. അവൾ പറഞ്ഞു, പ്രിയപ്പെട്ട കമലനയനാ, ഭഗവാനേ, നാം തമ്മിൽ വേണ്ടത്ര ചേർച്ചയില്ലെന്ന് അങ്ങു പറഞ്ഞതു തികച്ചും ശരിയാണ്. അങ്ങയുടെ നിലവാരത്തിലേക്കുയരാൻ എനിക്കാവില്ല. കാരണം സർവഗുണങ്ങളുടെയും സംഭരണിയും അപ്രമേയനുമായ പരമപുരുഷനാണങ്ങ്. ഞാനെങ്ങനെ അങ്ങേക്കു ചേർന്നവളാകും? സർവമഹിമാനങ്ങളുടെയും ഉടമയും ത്രിഗുണങ്ങളുടെ നിയന്താവും ബ്രഹ്മാവിന്റെയും ശിവന്റെയും പോലുള്ള ദേവന്മാരുടെ ആരാധനാപാത്രവുമായ അങ്ങുമായി താരതമ്യത്തിനു സാധ്യതയേയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ ഒരുത്പന്നം മാത്രമാണ്. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എപ്പോഴും ഭക്തിയുത സേവനത്തിന്റെ ക്രമാനുഗതമായ പുരോഗതിക്കു തടസ്സമാണ്. എപ്പോൾ എവിടെയാണ് അങ്ങേക്കു പറ്റിയ ഇണയാകാൻ എനിക്ക് കഴിയുക? പ്രിയപ്പെട്ട നാഥ, രാജാക്കന്മാരെ ഭയന്നു അങ്ങു സമുദ്രത്തിലെ ജലാന്തർഭാഗത്തു അഭയം തേടിയെന്നു പറഞ്ഞു. എന്നാൽ ഈ ഭൗതിക ലോകത്തു ആരാണ് രാജാക്കന്മാർ? രാജവംശജരെന്നു വിശേഷിപ്പിക്കപ്പെടുന്നവരെ ഭൗതിക ലോകത്തെ രാജാക്കന്മാരാണെന്ന് ഞാൻ കരുതുന്നില്ല. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ് ഭൗതിക ലോകത്തെ രാജാക്കന്മാർ. ഭൗതിക ലോകത്തിന്റെ നിയന്താക്കൾ യഥാർത്ഥത്തിൽ അവരാണ്. അങ്ങ് എല്ലാവരുടെയും ഹൃദയത്തിന്റെ അകക്കാമ്പിൽ കുടികൊള്ളുന്നു. അവിടെ ത്രിഗുണങ്ങളുടെ സ്പർശത്തിൽ നിന്നു വിട്ടകന്നാണു അങ്ങു നിൽക്കുന്നത്. അക്കാര്യത്തിൽ സംശയമില്ല. ഹരേ കൃഷ്ണ.